പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ നിൽക്കുന്നത് ജബുലാലിയാണ്. ജബുലാലി ടെമ്പിളിൻ്റെ മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഒന്ന് വരണമെന്നുള്ളത്. ഇന്നാണ് നടന്നത്. ഞായറാഴ്ച ആണ്. ഞായറാഴ്ച നമ്മൾ ചുമ്മാ ജസ്റ്റ് നമ്മുടെ റൂമിൽ നിന്ന് ജസ്റ്റ് വണ്ടി എടുത്ത് ഇങ്ങോട്ട് വന്നു. പിന്നെ ഇനിയിപ്പോൾ മൊബൈൽ ഫോൺ ഞാൻ ഷൂട്ട് ചെയ്തില്ല. നമ്മളിനി ഷൂട്ട് ചെയ്യാൻ പോകുന്നത് കംപ്ലീറ്റ് നമ്മുടെ ഇതേപോലെ ഈ റൈബാനിലായിരിക്കും. അപ്പോൾ എൻ്റെ തൊട്ട് പുറകിലാണ് ജബുലാലി ടെമ്പിൾ കാണുന്നത്. പാച്ചു തനി നാടൻ രീതിയിൽ അമ്പലത്തിൽ പോകാനായിട്ട് പട്ട് പാവാട ഉടുപ്പും നോക്കട്ടെ അല്ലേ, പ്ലാസ്റ്റിക് മുല്ലപ്പൂവൊക്കെ വെച്ച് ഇറങ്ങിയിരിക്കുകയാണ് കൈ. അപ്പോൾ നമ്മുടെ ടെമ്പിള് ആ ഭാഗത്താണ് ടെമ്പിൾ കാണുന്നത്. അതിൻ്റെ ഇടയിൽ കാണാം ടെമ്പിൾ. അവിടെ ഒരു ഫ്ലാഗ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതാണ് ടെമ്പിൾ. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകാനുള്ളത്. നല്ല തിരക്കുണ്ട്, നല്ല അടിപൊളി തിരക്കുണ്ട്. ഈ കാണുന്നതാണ് ടെമ്പിൾ കാണുന്നത്. വേസ്റ്റിലാണ് നമ്മുടെ മെറ്റാ റൈബാനിൽ ഷൂട്ട് ചെയ്യുന്നതാണ്. ഇവിടെ എല്ലാവരും കയ്യിൽ ഇലക്ട്രിക് കെറ്റിൽ ഇരിപ്പുണ്ട്. എന്താണെന്ന് അറിയില്ല. പോകുന്ന ഇവിടുത്തെ പ്രസാദം ഇനി ഇലക്ട്രിക് കെറ്റിലാണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഇതാണ് ഗൈസ് എൻട്രൻസ്. ഫുഡ്വെയർ ഡ്രോപ്പ് ഓഫ്. ഇവിടെ ഫുഡ്വെയർ ഡ്രോപ്പ് ചെയ്യണം. ഇവിടെ എവിടെയെങ്കിലും ചെരുപ്പ് അടിച്ചുകൊണ്ട് പോകായിരുന്നു മതിയായിരുന്നു. അപ്പോൾ ഇതാണ് ഗൈസ് എൻട്രൻസ്. പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ഹിന്ദു ടെമ്പിൾ ദുബായ്. ഇപ്പോൾ ഈ സ്റ്റെയർ കേസ് ഒരു മുകളിലോട്ടാണ്. അപ്പോൾ അവിടെയാണ് ടെമ്പിളെന്ന് തോന്നുന്നു. എല്ലാവരും അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ ഒരു ഗണപതിയുടെ വലിയൊരു പിക്ചർ വെച്ചിട്ടുണ്ട്. അത് കൊള്ളാം അല്ലേ? സാധനം കൊള്ളാം കേട്ടോ. തുണിയിലുണ്ടാക്കിയ സാധനമാണ്. പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കേസ്. ഇവിടെ ഹാരവും പൂക്കളായിട്ട് മണികളൊക്കെ വെച്ചിട്ടുണ്ട്. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയാണ് കേസ്. മാലകൾ, ബുക്ക് എന്നുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ട്. എന്തോ പ്രസാദം. ഇതാണ് നമ്മുടെ അമ്പലത്തിൽ നിന്ന് കിട്ടിയ നമുക്കുള്ള പ്രസാദം. ഇതെന്ത് സംഭവം? ഇവിടെ റവയാണ്. റവ കേസരി പോലത്തെ സംഭവം. അപ്പോൾ ഇതാണ് ടെമ്പിള്. എല്ലാവരുടെ കയ്യിലും ഓരോ കെറ്റിലിരിപ്പുണ്ട്. ഇത് എവിടെ നിന്ന് കിട്ടുന്നൊന്നും പിടുത്തമില്ല. കെറ്റിലും തേടിയുള്ള യാത്രയാണ്. അതുകൊണ്ട് എൻട്രി എന്നുണ്ട്. അപ്പോൾ ഇവിടെ ചെന്നാൽ കെറ്റിലിട്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഫ്രീ ആയിട്ട് കെറ്റിൽ വാങ്ങാൻ പോവുകയാണെങ്കിൽ എല്ലാവരുടെ കയ്യിലുണ്ട് ഓരോ കെറ്റിൽ. പോയി നോക്കട്ടെ എന്താണെന്ന്. അപ്പോൾ അവിടെ ആർച്ചിൽ ഗുരു നാനാക്ക് ആനിവേഴ്സറിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും കെറ്റിൽ കൊടുക്കേണ്ടതായിരിക്കും. പാർക്കിങ്ങിനകത്താണ് സംഭവം എന്നറിയുന്നത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. നമ്മളെ ചെരുപ്പ് ഇവിടെ കൊടുക്കണം. ഇതെന്താണ് സംഭവം എന്നൊരു പിടുത്തമല്ല. തലയിലൊരു കെട്ടും കെട്ടി. ഇപ്പോൾ എൻ്റെ കോല കാണിച്ചു ഞാൻ കഴിച്ചു. ഇപ്പം എൻ്റെ കോല എങ്ങനെയാണ്? നീ എവിടെയാണ് വന്നിരിക്കണം? നമ്മളപ്പോൾ ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. ഇതാണ് ഇവിടെ നിന്ന് തന്ന പ്രസാദം. ഇത് നല്ല നെയ്യുണ്ട് കേട്ടോ ഈ സാധനം. സ്പൂണ്, പ്ലേറ്റ്, വെള്ളമുണ്ട്. എന്ത് സാധനം? നിനക്ക് ബിരിയാണിയാണ് മതി, എനിക്കൊന്നുമില്ലല്ലോ. ഇത് പനീറാണ് സംഭവം. പനീറും ബീൻസ്. ഇതെന്ത് സാധനമൊന്നും അറിയാൻ വയ്യ. ദാലാണ്. ഇതെന്ത് സാധനം അവിടെ? ഇതെന്തോ ഒരു ദാല് കറിയാണ്. എനിക്ക് ചപ്പാത്തി കിട്ടി. എനിക്ക് എക്സ്ട്രാ ഒരു ചോറ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തന്നിട്ടില്ല ഗൈസ്. ഇതൊരു പ്രസാദമാണ്. ഇതുകൊണ്ട് വന്നത് പായസം. ഇവിടുത്തെ പ്രസാദമാണെന്ന് തോന്നുന്നു. എല്ലാത്തിനും കുറേ നെയ്യ് കുറച്ച് കൂടുതലുണ്ട്. മധുരം കുറവാണ്. പഞ്ചാബി ഫുഡാണെന്ന് തോന്നുന്നു. പഞ്ചാബി ഫുഡായിരിക്കും അല്ലേ ഇതെല്ലാം? അങ്ങനെയുണ്ട്. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സംഭവം. ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ എക്സ്പീരിയൻസ് അല്ലേ? നാട്ടിലൊക്കെ അന്നദാനം ഉണ്ടാകാൻ പോയിട്ടുണ്ട്. ഇവിടെ വന്നിട്ടൊരു അന്നദാനം ഇപ്പോൾ ആദ്യമായിട്ടാണ്. നാട്ടിൽ നമ്മൾ ക്യൂ ആയിട്ട് പോയി കഴിക്കുമായിരുന്നു. ഫൈനലി നമ്മൾ വന്ന സാധനം കിട്ടി ഗൈസ്. ഇതിനാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ അവിടെ കയറി ഫുഡൊക്കെ അടിച്ചു. ഇറങ്ങിയപ്പോഴത്തേക്ക് നമുക്കൊരു എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹിന്ദു ടെമ്പിൾ. ഇവിടുത്തെ നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ചർച്ച് ഉള്ളത് ഇവിടെയാണ്. ഒരു മതസൗഹാർദ്ദമായിട്ടുള്ളതാണ്. ഒരു മുസ്ലിം രാജ്യത്ത് ചർച്ച്, അതിൻ്റെ ഓപ്പോസിറ്റ് ഹിന്ദു ടെമ്പിളിൻ്റെ വീഡിയോയുടെ അവസാനിക്കണം കേസ്. അപ്പോൾ നമ്മൾ ഹിന്ദു ടെമ്പിളിൽ പോയി. പിന്നെ ഗുരു നാനാക്കിൻ്റെ ഒരു ടെമ്പിൾ ഉണ്ടായിരുന്നു. അതിനകത്ത് പോയി ഫുഡ് കഴിച്ചു. ഫുഡല്ല അന്നദാനം പ്രസാദമൊക്കെ കഴിച്ച് അപ്പം സന്തോഷമായിട്ട് നമ്മൾ ഇറങ്ങിയാണ്. ഇപ്പോൾ സമയം 3 മണിയായി.
നമ്മൾ എത്ര മണിക്കാണ് കയറി? 1 മണിക്ക് കയറി. ഇത്ര സമയം നമ്മളതിനകത്ത് സ്പെൻഡ് ചെയ്തു. നല്ലൊരു രസമായിരുന്നു, നല്ലൊരു വൈബാണ് അതിനകത്ത്. പക്ഷെ നമ്മുടെ നാട്ടിലത്തെ അമ്പലത്തിൻ്റെ ആ ഒരു വൈബൊന്നുമില്ല. എന്നാലും ഈ ഒരു മുസ്ലിം രാജ്യമായിട്ടുള്ള UAE-യിൽ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടൊരു അമ്പലം, അവിടെ ഇത്രയും എല്ലാ ദൈവങ്ങളും ഉണ്ട്. അതിനകത്ത് നമ്മുടെ കേരളത്തിൽ തന്നെ അയ്യപ്പനുണ്ട്, പിന്നെ ഗുരുവായൂരപ്പനുണ്ട്, മൂകാംബികയുണ്ട്. അപ്പോൾ ഓരോ സ്റ്റേറ്റിൻ്റെയും ഓരോ ദൈവങ്ങളുടെ ഇത് ഇതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ്. ശിവന്റെയും പാർവതിയുടെയും ഒരു വലിയൊരു പ്രതിഷ്ഠയാണ് അവിടെ ഏറ്റവും വലുതായിട്ട് വെച്ചേക്കുന്നത്. ഒരു നന്ദി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അപ്പോൾ നല്ലൊരു വൈബായിരുന്നു. അപ്പം എല്ലാവരും വരിക. ഒഴിവ് സമയങ്ങളിലൊക്കെ വന്ന് ജസ്റ്റ് ഒന്ന് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആക്കാൻ പറ്റിയൊരു സംഭവമാണ്. എന്തായാലും കൊള്ളാം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.